സംസാരത്തേക്കാൾ കൂടുതൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിലാണ് വലിയ പ്രാധാന്യം. ഹൈറേഞ്ചിന്റെയും കട്ടപ്പനയുടെയും എല്ലാം മുഖവും ഭാവവും മാറിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നു വന്ന് പുതുതലമുറകളിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മലയോര ഹൈവേ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കിഫ്ബിയുടെ പ്രോജക്റ്റിലൂടെ ഏറ്റെടുത്ത അതിമനോഹരമായ ഈ റോഡ് ഈ നാടിന്റെ വികസന സാധ്യതകൾ കാത്തു വർദ്ധിക്കുകയാണ്. ഇന്ന് ശ്രീ മിലൻ സോമൻ നമ്മളോടൊപ്പം കുട്ടിക്കാനത്ത് നിന്ന് ചപ്പാത്ത് വരെ അദ്ദേഹം ഹിൽവേ റൺ നടത്തുകയുണ്ടായി. 1333 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയിൽ നമ്മുടെ ഈ 40 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡിന്റെ ഭാഗം എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാവാം കിഫ്ബി ഈ ഒരു പ്രോജക്റ്റിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അഭിമാനകരമായിട്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല 235 കോടി രൂപയിൽ കട്ടപ്പനയിൽ നിന്ന് പുളിയമലയ്ക്കുള്ള റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി 46 കോടി രൂപയും കൂടി ഭരണാനുമതി ലഭിച്ച പ്രവർത്തനം തുടങ്ങുകയാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ആ റോഡ് പുളിയമല വരെ ചെന്നെത്തുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കുട്ടിക്കാലത്ത് നിന്ന് പോരുമ്പോൾ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ മഞ്ഞ് വീണ് കിടക്കുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് കാണുന്ന ഇരു സൈഡിലും റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴും മനോഹരമായ വീതിയേറെ റോഡിലൂടെ സുഗമമായ യാത്ര തുടരുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികരുടെ കാലഘട്ടം ചരിത്രം അതാണ് കുടിയേറ്റത്തിന്റെ എല്ലാം ഓർമ്മപ്പെടുത്തൽ നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. ലോകശൈലിയിലെ ആൾക്കാരെ എങ്ങനെയാണ് പുറംലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? എടുത്തുകൊണ്ട് പോകുന്നൊരു കാലഘട്ടം, മഞ്ചിൽ ചുമന്നുകൊണ്ട് പോകുന്നൊരു കാലഘട്ടം, നല്ല ദുർഘടമായ പാതകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മോചനം നേടുന്നൊരു സ്ഥിതി. അവരുടെ നീരും വേർപ്പും എല്ലാം ഉയർത്തി ഈ മലയോര മേഖലയിൽ കുഞ്ഞുമണിയിക്കുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്ത ആ പൂർവികരായ നമ്മുടെ മാതാപിതാക്കളുടെ മുൻപിലാണ് ഈ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ അഭിവാദ്യങ്ങളെല്ലാം നമുക്ക് അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവരെ സ്മരിക്കേണ്ട ഘട്ടവും കൂടിയാണ്. ഇന്ന് അതിനെല്ലാം വലിയ മാറ്റങ്ങളാകുന്നതിനാകുകയാണ്. ഞാൻ അസ്തീർഘമായി സംസാരിക്കുന്നില്ല. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി എന്ന നില വന്നപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന്റെ ആശങ്കയുണ്ട്. ഇന്ന് കേരളത്തിലെ ഇതര മുനിസിപ്പാലിറ്റിക്കൊപ്പവും അപ്പുറയും കടന്നു വരാൻ കഴിയുന്ന സാധ്യതയുള്ള പ്രദേശമായി ഹൈറേഞ്ചിൽ നിലനിൽക്കുന്ന ഈ കട്ടപ്പനയുടെ വികാസത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ മുനിസിപ്പാലിറ്റിക്കകത്തെ പ്രധാനപ്പെട്ട റോഡുകൾ, ആ റോഡുകൾ BMC നിലവാരത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചത് മാത്രമല്ല 30 കോടി രൂപ അനുവദിച്ച് നൽകിയതിന് പ്രകാരം ആ വർക്ക് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നതും കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി അതിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ട നിയമപരമായ സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. കട്ടപ്പന ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ധാരാളം മേഖലയിൽ ഇടിഞ്ഞു കിടന്നിരുന്ന തകർന്നു കിടന്നിരുന്ന നമ്മുടെ തോടുകളും അനുബന്ധമായി ക്രോസ് ചെയ്തിരുന്ന വഴികളും ചെറിയ പാലങ്ങളും എല്ലാം സ്ട്രക്ചർ ചെയ്യാനായിട്ട് 38 കോടി രൂപ അനുവദിച്ചു. അതിന്റെ പ്രവൃത്തി 27-ാം തീയതി നമ്മുടെ കട്ടപ്പനയിൽ തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഇപ്പൊ ചേലച്ചൂർ വണ്ണപ്പുറം റോഡും കത്തികൾ അടിമാലി റോഡും കിഫ്ബിയുടെ പ്രോജക്റ്റിൽ തന്നെ നടപടി ആരംഭിച്ച് തുടർന്നു പോകുന്ന സ്ഥിതി കാണാൻ കഴിയും. അപ്പൊ കിഫ്ബിയുടെ പ്രോജക്ട് കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് സർവതല സ്പർശിയായ മാറ്റത്തിന് ഇടം കൊടുത്തു. നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, നല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ, അടിസ്ഥാന ഭൗതിക വികസന രംഗത്തെ മാറ്റങ്ങൾ, കായിക രംഗത്ത് പുത്തൻ ഉണർവ്, 10-15 വർഷങ്ങൾക്ക് ശേഷം സാധൂകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾ 1-2 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചിട്ട് ഗുണകരമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗം സ്വീകരിക്കത്തക്ക നിലയിൽ വളർന്നു വന്നു എന്നുള്ളതാണ് കാണാൻ കഴിയേണ്ടതായിട്ടുള്ളത്.